എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ചാനലിൽ കുറച്ചായിട്ട് വീഡിയോകളൊന്നും ഞങ്ങൾ അപ്ലോഡ് ചെയ്തില്ലായിരുന്നു. കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ബിസി ആയതുകൊണ്ടാണ് കുറച്ച് ഡിലേ വന്നത്. എന്തായാലും ഇനി അങ്ങോട്ട് പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ക്രിയാലിറ്റിയുടെ Ender 5+ എന്ന് പറയുന്ന ഒരു 3D പ്രിന്റർ ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ അൺബോക്സിംഗിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഈ Ender 5+ന്റെ ബോക്സിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. നല്ല വെൽ പാക്ഡ് ആയിട്ടാണ് നമ്മുടെ പ്രിന്റർ വന്നിട്ടുള്ളത്. മുകളിലൊരു സ്പോഞ്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് ഹീറ്റ് ബെഡ് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഹീറ്റ് ബെഡ് എല്ലാം കണക്ട് ആയിട്ട് ഒരു സ്പോഞ്ചിൽ സെറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് അടുത്ത് മാറ്റി വെക്കാം. ഇനി ഇതിന്റെ ഒപ്പം നമുക്കൊരു സ്പൂണ് ഫിലമെന്റ് വന്നിട്ടുണ്ട്. ഈ ഒരു പ്രിന്റർ വാങ്ങുന്നവർക്ക് ട്രയൽ പ്രിന്റ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പൂള് ഇതിനൊപ്പം ഈ ഒരു സ്പൂൾ ഫിലമെന്റ് ഇതിനൊപ്പം ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു വൈറ്റ് VLA സ്പൂളാണ് ഇതിനൊപ്പം ഉള്ളത്. പിന്നെ അതുപോലെ നമ്മുടെ സ്പൂൾ ഹോൾഡർ അതും ഈ ഒരു വന്നിട്ടുണ്ട്. മാറ്റി വെക്കാം. അപ്പൊ അടുത്തതായിട്ട് നമ്മുടെ എക്സ്പ്ലോറർ ഒക്കെ വരുന്ന ടോപ്പ് പാർട്ടാണ്. ഇത് ഫുള്ളി അസംബിൾഡ് ആയിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പാർട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ Z ആക്സിസിന്റെ ലീഡ് സ്ക്രൂവും അതുപോലെ റെയിലും കൂടെ വരുന്ന ഒരു പാർട്ടാണ്. ഇത് ഫുള്ളി അസംബിൾഡ് ആയിട്ട് തന്നെയാണ് ഈ ഒരു പാർട്ടും നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പാർട്ട് മാറ്റി വെക്കാം. അപ്പൊ അടുത്തതായിട്ട് നമ്മുടെ പ്രിന്ററിന്റെ ബോട്ടം പാർട്ടാണ്. അപ്പൊ അതിലാണ് നമ്മുടെ കൺട്രോളിംഗ് യൂണിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഈ ഒരു പാർട്ടും ഇതുപോലെ തന്നെ അസംബിൾഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു പാർട്ട് മാറ്റി വെക്കാം. അപ്പൊ നമ്മുടെ പ്രിന്ററിന്റെ 4 കോർണർ സൈഡിലേക്കുള്ള റെയിൽസ് ആണിത്. ഇപ്പം ഈ ഒരു പാർട്ട് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോ ഇതില് ഇതുപോലെ ഒരു ബോക്സ് വരുന്നുണ്ട്. ആ ബോക്സിൽ നമുക്ക് വരുന്നത് ഇതിന്റെ പവർ സപ്ലൈ യൂണിറ്റ് ഉണ്ട്. അതുപോലെ ഇതിന്റെ കേബിൾസ് ഒക്കെ ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു ലോക്കിംഗ് പാർട്ട് ഉണ്ട്. പിന്നെ ഒരു കവറിൽ ഇതിന്റെ ടൂൾസ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഫുൾ ടൂൾ കിറ്റ് വരുന്നുണ്ട്. പിന്നെ അതിന്റെ സ്ക്രൂ അതുപോലെ എക്സ്പ്ലോഡർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൂടിയിട്ടുള്ള ചെറിയൊരു കവർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു മെമ്മറി USB അഡാപ്റ്ററും ഒരു മെമ്മറി കാർഡും കൂടെ വരുന്നു. അതുപോലെ നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ട് പ്രിന്റർ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു USB കണക്ഷൻ വയർ വരുന്നുണ്ട്. പിന്നെ ഒരു സിസർ നമുക്ക് നമ്മുടെ പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസർ വരുന്നുണ്ട്. അസംബ്ലിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ Ender 5+ന്റെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ പുതിയ പുതിയ പ്രിന്റിംഗ് വീഡിയോകളും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും 3D പ്രിന്റിംഗ് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് 3D പ്രിന്റർ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായി വീണ്ടും കാണുന്നതുവരേക്കും ദിസ് ഈസ് മീ റാഷിദ് ഫ്രം ടെക്നോ ടെക്നോളജീസ്.